2026 നിയമസഭാ തിരഞ്ഞെടുപ്പാണ് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് BJP അതിശക്തരായി വരുന്ന ഒരു സമയം കൂടിയാണിത്. പുതിയ സംസ്ഥാന അധ്യക്ഷനൊക്കെ വരുമ്പോൾ വലിയ പ്രതീക്ഷയാണ് BJP വെക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചപ്പോൾ, ശശി തരൂരിനെതിരെ മത്സരിച്ചപ്പോൾ 2ാം സ്ഥാനത്ത് വരെ എത്തിയ ആളാണ്. അങ്ങനെ ഒരാൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുമ്പോൾ കൂടുതൽ പ്രതീക്ഷ BJPക്കുമുണ്ട്. ഒട്ടും പിന്നിലല്ല LDFും UDFും എന്ന് പറയുന്നത്. കാരണം ചില സർവേകൾ 2026 UDF തന്നെ കേരളം ഭരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നയിക്കാൻ, നിയന്ത്രിക്കാനൊക്കെ ഒരു നേതാവില്ലാത്ത UDF, ആ UDFിനെ കരകയറി വരാൻ കഴിയുമോ? കാരണം കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അതിനെ തള്ളിക്കൊണ്ട്, അതിനെ മാറ്റിമറിച്ചുകൊണ്ട് മുൻനിരയിലേക്ക് വരാൻ, കേരളം ഭരിക്കുന്ന തരത്തിലേക്ക് വരാൻ, ഗ്രൂപ്പിസങ്ങളൊന്നുമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഭരണം കാഴ്ചവെക്കാൻ UDFിന് കഴിയും. 2026 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഫേസ് ചേഞ്ചിങ് ഇലക്ഷൻ ആയിരിക്കും. കേരളത്തിൻ്റെ ഒരു ഫേസ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്നാണ് നമ്മളതിനെ വിലയിരുത്തേണ്ടത്. അതിനുള്ള സൂചനകളൊക്കെയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. പക്ഷേ നമ്മളിത് അനാലിസിസ് ചെയ്യാനിരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ തിരഞ്ഞെടുപ്പുകൾ വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പാറ്റേൺ ആയിരിക്കില്ല നിയമസഭാ തിരഞ്ഞെടുപ്പ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ അല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കിടക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ. ഇത് മൂന്നും വ്യത്യസ്തമാണ് എന്ന് വിലയിരുത്തി അതിനനുസരിച്ച് നമ്മൾ നിരീക്ഷണങ്ങൾ നടത്തിയാൽ മാത്രമാണ് ആ നിരീക്ഷണങ്ങൾ ശരിയാവാനായിട്ടുള്ള സാധ്യത ഉള്ളത്. ശരിയാണ്, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നല്ല ഇമ്പാക്റ്റ് BJPക്ക് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് ഒരു സീറ്റിൽ BJPക്ക് ജയിക്കാനായിട്ട് കഴിഞ്ഞു. പക്ഷെ മൊത്തം നമ്മളതിൻ്റെ ഒരു രാഷ്ട്രീയ ഷനാരിയോ പരിശോധിച്ചാൽ അങ്ങനെ ജയിക്കാനായിട്ടുള്ള ഒരു സ്കോപ്പ് ശരിക്കും പറഞ്ഞതിനിടയിൽ BJPക്ക് ഇല്ല. പക്ഷേ BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനത്തെ ഒരു സ്കോപ്പുണ്ട്. ഒരു സീറ്റല്ല, 2 or 3 സീറ്റോ ജയിക്കാനായിട്ടുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു എന്നാണ് തിരഞ്ഞെടുപ്പാനന്തര വിശകലനത്തിൽ നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് തോറ്റത് വളരെ കുറച്ച് വോട്ടുകൾക്ക് മാത്രമാണ് ശരിക്കും പറഞ്ഞത്. അദ്ദേഹം വേണമെങ്കിൽ ജയിക്കാമായിരുന്നു എന്നാണ് BJPയുടെയും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഒക്കെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. ചില പ്രത്യേക മേഖലകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുമായിരുന്നു എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിലയിരുത്തൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ പോകാൻ പാടില്ല എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മുന്നേറ്റം BJPക്ക് കാഴ്ചവെക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ അതിക്ക് മുമ്പ് വരുന്ന തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയാൽ മാത്രമാണ് എന്തായിരിക്കും 2026 ഫലം എന്ന് നമുക്ക് മുൻകൂട്ടി ഒരു പ്രവചനം നടത്താനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ ആ പ്രവചനത്തിന് പോലും വളരെയധികം തടസ്സമുണ്ട്, ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, 3 തെരഞ്ഞെടുപ്പുകളുടെയും പാറ്റേൺ 3ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJP എന്ത് ചെയ്യും? BJP എത്ര സീറ്റ് പിടിക്കും? എത്ര മുനിസിപ്പാലിറ്റികൾ സ്വന്തമാക്കും? എത്ര പഞ്ചായത്തുകൾ? ഏതെങ്കിലും കോർപ്പറേഷൻ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കണം എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രധാനപ്പെട്ട അജണ്ട. അത് വിജയിക്കോ? അത് നടപ്പിലാക്കാനായിട്ട് കഴിയും? ആ ചോദ്യം ഉയർന്നു വരികയും അതിന് ഉത്തരം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ BJPക്ക് നല്ല മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കാനായിട്ട് അവർക്ക് കഴിയും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. പക്ഷേ അവിടെ അവർ പാളിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട ഈ 3ാം പൊസിഷൻ എന്ന് പറയുന്നത് ഇച്ചിരി താഴോട്ട് ഇടിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പാറ്റേൺ വെച്ച് അതിൻ്റെ അടുത്തെത്താനായിട്ട് കഴിഞ്ഞാൽ BJPക്ക് നല്ല തരത്തിൽ മാറ്റം വരുത്താനായിട്ട് കഴിയും. പക്ഷേ എപ്പോഴും കേരള രാഷ്ട്രീയം പഠിക്കുന്ന ഒരാൾക്ക് അറിയാവുന്നൊരു കാര്യം, ഈ 3 തെരഞ്ഞെടുപ്പിൻ്റെയും പാറ്റേൺ വ്യത്യസ്തമാണ്. ആ രീതിയിൽ തന്നെ കാണണം. അതുകൊണ്ട് തന്നെയാണ് ഈ ലോക്സഭ, നമുക്കിപ്പോൾ 2 ലോക്സഭകൾ കഴിഞ്ഞ ലോക്സഭയിൽ 19 സീറ്റ് തന്നെയായിരുന്നു UDFന് കിട്ടിയിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് ഇല്ല, 18 സീറ്റേ ഉള്ളൂ അല്ലേ? ഒരെണ്ണം BJP ആണ് കൊണ്ടുപോയത്. LDFനെ സംബന്ധിച്ചിടത്തോളം
2 തെരഞ്ഞെടുപ്പും ഒരു സീറ്റ് മാത്രമേ കിട്ടൂ. ഉം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും കരുതുന്നത് എന്താ, LDF ജയിക്കാൻ ഒരു സാധ്യതയില്ല എന്ന്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. അല്ല. പക്ഷേ വൻ ഭൂരിപക്ഷത്തിലാണ് LDF വിജയിച്ചെന്നാണ് പക്ഷെ അതാണ് ഞാൻ ചോദിക്കുന്നത്. ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ, രീതിയിൽ, സമീപനത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. ഈ തുടർഭരണം ഒരിക്കലും LDF പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല തുടർഭരണം. കാരണം ഒരിക്കൽ LDF ആണെങ്കിൽ അടുത്ത് UDF, ഇങ്ങനെയാണ് മാറി മാറി ഭരണം വന്നുകൊണ്ടിരുന്നത്. അതിന് ആ സമയത്ത് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നിട്ട് കൂടി LDF അധികാരത്തിൽ വന്നു എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് വന്നിട്ടും ഒരു പ്രയോജനവും ഉണ്ടാകില്ല, അതിലും ഭേദം LDF ആണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ ആ തിരഞ്ഞെടുപ്പിൽ കണ്ടത്. അതുപോലെ ഇനി LDFനും UDFനും ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇനി ഒരു മൂന്നാം മുന്നണി, ഒരു മൂന്നാം ബദലായി BJP വരട്ടെ എന്ന് ആളുകൾ തീരുമാനിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം പോകുന്നത്. അല്ല, BJP ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം അതാണ്. ഇടത് വലത് മുന്നണികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്കൊരു അവസരം തരൂ. അതാണ് BJPയുടെ അടുത്ത തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം. അതാണ്. ആ മുദ്രാവാക്യത്തെ പ്രതിരോധിക്കാൻ നിലവിൽ ഭരണത്തിലിരിക്കുന്നതായിട്ടുള്ള LDFന് എത്ര കഴിയും? വിരുദ്ധ വികാരം ശക്തമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ നിൽക്കുന്ന UDFന് എത്ര കഴിയും? ഇത് തൂക്കി നോക്കിയിട്ട് മാത്രമേ നമുക്ക് BJP അതിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന പൊസിഷനിലേക്ക് വരികയില്ലെന്ന് പറയാനായിട്ട് കഴിയുള്ളൂ. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഇടിച്ചു കയറി മുന്നോട്ട് വരാൻ പറ്റുന്ന തരത്തിൽ അതിൻ്റെ ആൾക്കൂട്ടം, അതിൻ്റെ പ്രജകൾ, അതിൻ്റെ പ്രവർത്തകർ എന്ന് പറയുന്നത് മറ്റ് 2 മുന്നണികളുടെ അത്രയും ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഈ വോട്ട് ഒക്കെ വരികയും ആ വോട്ട് അതേപോലെ തന്നെ പോവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് BJPയുടെ ഉറച്ച വോട്ടുകളല്ല. BJPയുടെ നമ്മളിപ്പോൾ ഓരോ സ്ഥലത്തെയും സമരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, പ്രാദേശികമായിട്ട് സംഘടിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള സമരങ്ങൾ, ഘോഷയാത്രകൾ, പ്രശ്നങ്ങൾ, ഇതിലൊക്കെ എത്രമാത്രം ഹ്യൂമൻ റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് BJP കഴിയുന്നുണ്ട് നോക്കാം. അത് നോക്കുന്ന സമയത്ത് മറ്റ് 2 മുന്നണികൾക്കൊപ്പം ആ ഹ്യൂമൻ റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യത്തിൽ BJP പിറകിലാണ്. അത് മറികടന്നാൽ മാത്രമാണ് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഒരു മുൻതൂക്കം ഉണ്ടാക്കാനും ഈ 2 മുന്നണികളെ പുറകിലാക്കി മുന്നോട്ട് വരാനായിട്ടുള്ള സാധ്യത ഉള്ളത്. അത് കാരണം അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവർ വന്നേക്കാം. പക്ഷേ എപ്പോഴും ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്നത് LDF ആണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ UDF വരുന്നത്. LDF തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് എന്ന് പറയുന്നത് അവർ ഭരണകാലത്ത് വരുത്തുന്നതായിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അതിനെയാണ് നമ്മൾ വളരെ സാമാന്യമായിട്ട് പറയുന്ന ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത്. ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പുറത്ത് അതിൻ്റെ പുറത്ത് കയറിയിരുന്ന് സഞ്ചരിക്കാൻ മാത്രമാണ് UDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ അവരുടേതായിട്ടുള്ളൊരു ക്രിയേറ്റീവ് പൊസിഷൻസ്, സൃഷ്ടിപരമായിട്ട് തങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടത് എന്തിനു വേണ്ടി എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവർ വരുന്നില്ല. BJPയുടെയും ഒരു പ്രശ്നം അതാണ്. അവർ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ചലഞ്ചറാണ് എന്ന് ഫീൽ സമൂഹത്തിനുണ്ടാക്കാൻ കഴിഞ്ഞാൽ അവർക്ക് സാധ്യതകൾ കൂടുതലാണ്. കേന്ദ്രത്തിൽ ഭരണം നിൽക്കുകയും കേന്ദ്രത്തിൻ്റെ നല്ല തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ നല്ല ചലഞ്ചേഴ്സാണ് എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് അവർക്ക് കഴിയേണ്ടതാണ്. അത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ റിസൾട്ടിൻ്റെ സ്വഭാവത്തിൽ വേണമെങ്കിൽ വ്യത്യാസം വരാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവരെ ആശ്രയിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. എതിരാളികളെക്കാൾ കൂടുതലായിട്ട് BJPയെയും BJPയുടെ പ്രവർത്തനത്തെയും ആശ്രയിച്ച് നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്.